നമസ്കാരം. കേരളത്തിലെ ചൂട് കൂടുന്നതിന്റെ ഒപ്പം തന്നെ പാമ്പ് കടികളും പാമ്പ് കടി മൂലമുണ്ടാവുന്ന മരണങ്ങളും ദിനം പ്രതി കൂടുന്നുണ്ട്. അത് നമ്മളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അവസാനം കേട്ട വാർത്ത വളരെ ദാരുണമാണ്. വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്നിരുന്ന 2 ആൺകുട്ടികളെ പാമ്പ് കടിച്ച് അത് ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ഇപ്പോഴും ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാമ്പ് കടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡ്. അത് നമ്മൾ ഓൾറെഡി പലതവണ ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് ഈ ഒരു ചൂട് കാലത്ത് പാമ്പുകളെ വീടിനുള്ളിലാണ് അധിക പാമ്പ് കടികളും ഏൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്? അതിനേക്കാൾ ഉപരി ഒരു വീട്ടിൽ പാമ്പിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എന്താണ് സർപ്പ ആപ്പ്? നമ്മുടെ ഗവൺമെന്റിന്റെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർപ്പ ആപ്പ് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചൂട് കാലത്ത് പാമ്പ് കടികൾ കൂടുതലാണ്, പ്രത്യേകിച്ചിട്ട് വീടിനുള്ളിൽ വെച്ച് കിട്ടുന്ന പാമ്പ് കടികൾ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളും നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ ചൂട്, അല്ലെ? അപ്പോൾ നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ചൂട് എന്ന് പറയുന്നത് അസഹനീയമാണ്, പ്രത്യേകിച്ച് പാമ്പുകൾക്ക്. പാമ്പുകൾ സാധാരണ ജീവിക്കുന്നത് ഈ മാളങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കല്ലിൻ്റെയൊക്കെ പൊത്തുകളിലും ഇടകളിലൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അവർക്ക് തണുപ്പ് വേണം, അവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ചൂട് കാലത്ത് കല്ലിൻ്റെ ഇടയിലും മാളങ്ങളിലൊക്കെ ചൂട് കൂടും, അല്ലേ? അവർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ എന്ത് പറ്റും? നാച്ചുറലി അതിന് പുറത്തേക്ക് വന്ന് എവിടെയാണോ തണുപ്പ് അങ്ങോട്ട് ആ സ്ഥലങ്ങളിലേക്ക് വരാനും അവിടെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചൂട് കാലത്ത് ഇങ്ങനെ വീടിനുള്ളിൽ വെച്ചിട്ട് പാമ്പിനെ കാണുന്നതും പാമ്പ് കടി ഏൽക്കുന്നതും വളരെയധികം കൂടാൻ കാരണം. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതാണ് ആദ്യത്തെ പോയിന്റ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമുക്കറിയാം ചൂട് വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും ജനൽ തുറന്നിട്ടാണ് രാത്രി ഉറങ്ങുക. അപകടമാണ്. അപ്പോൾ അത് ജനൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടെടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറയുന്ന പല കേസുകളിലും ജനൽ വഴിയാണ് ആ പാമ്പുകൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. സോ ജനൽ തുറന്നിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് അതൊരു റിസ്കി കാര്യമാണ്. അറ്റ്ലീസ്റ്റ് കുട്ടികൾ ഉറങ്ങുന്ന സ്ഥലത്തെങ്കിലും ജനൽ അടച്ച് തന്നെ ഇടണം. രണ്ടാമത്തേത്, ജനലിൻ്റെ ഭാഗത്തേക്ക് പല മരങ്ങളുടെയും ചില്ലകളുടെയും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ക്രീപ്പേഴ്സ് എന്ന് പറയും, അതായത് ഇങ്ങനെ പടർന്നു വളരുന്ന, ഇപ്പോൾ ബൊഗൈൻ വില്ല അല്ലെങ്കിൽ പടർന്നു വളരുന്ന ചെടികൾ, ഇപ്പോൾ മണി പ്ലാന്റ്, അങ്ങനത്തെയൊക്കെ പല സംഭവങ്ങളും നമ്മുടെ ജനലിൻ്റെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ ഭാഗം നിങ്ങളുടെ ജനലിൻ്റെ അങ്ങോട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അതുവഴിയും വളരെ എളുപ്പത്തിൽ അവർക്ക് പാമ്പുകൾക്ക് വരാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെ ബെഡ് അതൊന്ന് തട്ടിക്കുടഞ്ഞ് വിരിക്കുക. ഓക്കെ, ഇപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തലേണയുടെ അടിയിലായിരുന്നു ഈ കുട്ടികളുടെ പാമ്പ് ഉണ്ടായിരുന്നത്. അവർക്ക് അറിയാൻ പറ്റിയില്ല. ആക്ച്വലി പാമ്പ് കടിയാണെന്ന് തന്നെ മനസ്സിലാക്കാൻ സമയമെടുത്തു. അവരത് ഭക്ഷ്യവിഷബാധയാണെന്നാണ്. കാരണം പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അത്രത്തോളം അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഡിലേ ആവുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം, അത് തലയണ, ബെഡ്ഷീറ്റ്, അങ്ങനെ കമ്പിളി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്നും അതിനടിയിലില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്, ഷൂസ്. എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഷൂസിൻ്റെ ഉള്ളിലൊക്കെ ഇവർ വന്നിരിക്കും, കാരണം തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികളായാലും വലിയ ആളുകളായാലും ചെരുപ്പ് നമ്മൾ ഇടുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചൊരു ഷൂസ്, അതൊന്ന് തട്ടുക, അതായത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അഞ്ചാമത്തേത്, പൈപ്പുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കിച്ചണിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള പൈപ്പുകൾ പുറത്തേക്ക്, ഇപ്പോൾ ഡേർട്ടി വാട്ടറൊക്കെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകുന്ന ഇങ്ങനെയുള്ള പല പൈപ്പുകളും കുറേ പുറത്തായിരിക്കും ഓപ്പൺ ചെയ്ത്, അതിൻ്റെ ഓപ്പണിംഗ് പുറത്തായിരിക്കും. പലപ്പോഴും അതിൻ്റെ ഉള്ളിലൂടെ ഈ പാമ്പുകൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക്, പലപ്പോഴും വാഷിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുളിമുറിയുടെ ഉള്ളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും പൈപ്പുകളുടെ പുറംഭാഗം, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പുകളുടെ ഓപ്പൺ എൻഡ് നിങ്ങളുടെ ഏതെങ്കിലും പരിസരത്ത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിലൊരു വലയിടുക, അതൊരു നെറ്റ് അടിക്കുക. ഒരിക്കലും ഒരു പാമ്പിന് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പുറത്തേക്ക് പോകണം, എന്നാൽ ഒന്നും ഉള്ളിലേക്ക് കയറരുത്. അപ്പോൾ അത് നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഓപ്പൺ എൻഡ് നിങ്ങൾ സെക്യൂർ ചെയ്യണം. അടുത്തത്, ആറാമത്തേത്, വീട്ടിൻ്റെ 4 വശവും നമുക്കറിയാലോ, പലപ്പോഴും ഈ എലിയനൊക്കെ പിടിക്കാനാണ് പാമ്പുകൾ വരിക. വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാടും പടലും ഒന്നും പിടിക്കാതെ കാടൊക്കെ നല്ല വൃത്തിയായിട്ട് വെട്ടി വൃത്തിയാക്കി വീടിന് ചുറ്റുമുള്ള ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് 2 രീതിയിലാണ്. കാടും പടലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും പാമ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് എലി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക, അതിനെ പിടിക്കാൻ പാമ്പുകൾ വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളും വീടിൻ്റെ 4 ഭാഗവും വൃത്തിയാക്കണം. അടുത്ത 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ്സ്. നമ്മളെല്ലാവരും വീട്ടിൽ ചെടികൾ വളർത്തുന്നതാണ്. അപ്പോൾ ചെടികൾ നമ്മൾ നനയ്ക്കും, അതിൽ നല്ല തണുപ്പുണ്ടായിരിക്കും. ഒബ്വിയസ്ലി പാമ്പുകൾ ആ തണുപ്പുള്ള സിറ്റുവേഷനിലേക്ക് ചെടിച്ചട്ടിയുടെ അടിയിൽ
ചെടികളുടെ ഉള്ളില്. അപ്പോൾ ചെടികൾ വളർത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് വളരെ വൃത്തിയായിട്ട് അതിന്റെ അടിഭാഗവും ചട്ടിയും ഒക്കെ വൃത്തിയായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ ഒരിക്കലും അശ്രദ്ധമായിട്ട് അതിന്റെ ഇടയിലൂടെ ഒന്നും നടക്കരുത്. അപ്പോൾ ചെടികൾ വളർത്തരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെടിച്ചട്ടിയുടെ ഉള്ളിലും ചെടിച്ചട്ടിയുടെ അടിയിലും ഒക്കെ ഇത് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ബൊഗെയിൻവില്ല പോലെ പടർന്ന് വളരുന്ന ചെടികൾ, ക്രീപ്പേഴ്സ്, ഇങ്ങനെ പടർന്ന് പോകുന്ന ചെടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെടികളൊക്കെ എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനത്തെ ചെടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വീടിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഉള്ളത് അടുക്കള വിറക്, നമ്മുടെ വർക്ക് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ അവിടെ വിറക് സൂക്ഷിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. വിറക് എപ്പോഴും നമ്മൾ സൂക്ഷിക്കും. ഈ വിറകിൻ്റെ അവിടെയും ഈ തണുപ്പ് കാരണം അവർ വന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ, അടുക്കള ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി AC. ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്തയാണ്, ഒരു വീട്ടിലെ AC-യുടെ ഉള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടിച്ചു എന്ന്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AC-യുടെ അങ്ങോട്ട് എന്തോ ഒരു മരത്തിന്റെ ചില്ല നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ AC-യുടെ ഏതൊക്കെയോ ഒരു ക്രാക്ക് എന്തോ ഉണ്ടായിരുന്നു. ആ ക്രാക്കിന്റെ ഉള്ളിൽ കൂടെ AC-യുടെ ഉള്ളിൽ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഞാനൊരു റോഷ്നി ഉണ്ടല്ലോ നമ്മുടെ റെസ്ക്യൂർ, അവർ പറയായിരുന്നു ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് വരെ പാമ്പിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ, ചൂടിൽ എവിടെയാണ് ഇവർ വന്നിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ അതിനെ നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. പാമ്പിനെ കൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാമ്പ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക, അതെങ്ങോട്ട് പോകുന്നു എന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്ന് നിരീക്ഷിക്കുക. അടുത്തത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് സർപ്പ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആധികാരികമായിട്ടുള്ള സ്നേക്ക് റെസ്ക്യൂ ആപ്പാണ് സർപ്പ, SARPA. അപ്പോൾ ഞാൻ ഇന്ന് ഡൗൺലോഡ് ചെയ്തു കേട്ടോ. കാരണം ഇതാണ് ആപ്പ്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമായിരിക്കും, സർപ്പ SARPA. അതിന്റെ ഫുൾ ഫോം ഞാൻ വായിക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിനിറ്റ്. യെസ്, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്, SARPA, സർപ്പ ആപ്പ്. ഇതാണ് ആ ആപ്പിന്റെ ലോഗോ. ഇത് നിങ്ങൾ ഇന്ന് തന്നെ, ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇപ്പം ഞാൻ ഇവിടെ ദുബായിലാണ്, എന്നാലും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ ആപ്പ് ആവശ്യമാണ്. ഞാനത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ തന്നെ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. OTP വരും. OTP വന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. നോക്കൂ, ഞാൻ നോക്കുമായിരുന്നു, വളരെ വളരെ എന്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് അറിയോ. ഇത് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റിപ്പോർട്ട് എ സ്നേക്ക്, നിങ്ങളൊരു പാമ്പിനെ കണ്ടു, റിപ്പോർട്ട് എ സ്നേക്ക് ബൈറ്റ്, ഒരു പാമ്പ് ആരെങ്കിലും കടിച്ചു, പിന്നെ സ്നേക്ക് ഐഡന്റിഫിക്കേഷൻ, നിങ്ങൾക്ക് ഈ പാമ്പ് ഏതാണെന്ന് അറിയണം. അങ്ങനെ എന്ത് ആവശ്യമാണെങ്കിലും, റിസോഴ്സസ്, ആളുകളെ സ്നേക്ക് റെസ്ക്യൂറിനെ വിളിക്കാൻ, ഹോസ്പിറ്റൽ ലിസ്റ്റ്, അടുത്തുള്ള സ്നേക്ക്, ആന്റി സ്നേക്ക് വെനമുള്ള ഹോസ്പിറ്റൽ ഏതാണ്, ഫസ്റ്റ് എയ്ഡ്, ഐഡന്റിഫിക്കേഷൻ, നിങ്ങൾക്ക് ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരം ഹെൽപ്പാണോ വേണ്ടത്, അതെല്ലാം, ആ ഓപ്ഷൻസ് മുഴുവൻ ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂറിന്റെ നമ്പർ അടക്കം ഇതിൽ വരും, നിങ്ങൾക്ക് അവരെ വിളിക്കാം. അപ്പോൾ എന്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് അറിയോ. ഞാൻ ആക്ച്വലി ഞാൻ ഇത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ഉടൻ തന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന സർപ്പ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പ്, നിങ്ങൾ ശാസ്ത്രീയപരമായിട്ട്, അല്ലാതെ നമുക്കറിയില്ല പാമ്പിനെ പിടിക്കണത് എങ്ങനെയാണ്, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നുള്ളത്. അപ്പോൾ അവരെ വിളിക്കുക, സ്നേക്ക് റെസ്ക്യൂറിനെ വിളിക്കുക. ഇനി നിങ്ങൾ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിന്റെ നമ്പർ കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലുള്ള മിടുക്കിയായിട്ടുള്ള സ്നേക്ക് റെസ്ക്യൂവർ ആണ് റോഷ്നി. അപ്പോൾ റോഷ്നിയുടെ അടക്കം നമ്പർ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞുതരാം. ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിന്റെ നമ്പറാണ് 047123200101, 047123200101. ഇനി എറണാകുളം ഫോറസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എറണാകുളം ഭാഗത്താണെന്നുണ്ടെങ്കിൽ 9188407530, അല്ലെങ്കിൽ 9188407524, ഈ നമ്പറുകൾ. ഇനി കുറേ റേഞ്ച് ഓഫീസിന്റെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് പാലോട്, പരുത്തിപ്പള്ളി, അങ്ങനെയുള്ള കുറേ റേഞ്ച് ഓഫീസേഴ്സിന്റെ നമ്പർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തത് ഗൂഗിളിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന്
ഗൂഗിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പറുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതൊന്നും വേണ്ട, സർപ്പ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത്, ഇപ്പൊ നിങ്ങളുടെ ലൊക്കേഷൻ ഏറ്റവും അടുത്ത് ഏത് സ്നേക്ക് റെസ്ക്യൂർ ആണുള്ളത് അവരുടെ നമ്പർ അടക്കമാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ഈ നമ്പറിന്റെ ഒന്നും ആവശ്യമില്ല, സർപ്പ ആപ്പ് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പാമ്പിനെ ലൊക്കേറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, നിങ്ങൾ ബേജാറാവരുത്. പാമ്പ് എവിടെയാണെന്ന് മാത്രം ലൊക്കേറ്റ് ചെയ്ത് അതിനെ നിരീക്ഷിക്കുക. ഉടൻ തന്നെ സർപ്പ ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും അടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂറിനെ വിളിക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ ചെയ്യാനുള്ളൂ. അടുത്തത്, പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കടിച്ചിരിക്കുന്നത് വെള്ളിക്കെട്ടൻ അഥവാ ക്രേറ്റ് എന്ന് പറയുന്ന പാമ്പാണ്. 3 തരത്തിൽ മെയിൻ ആയിട്ടുള്ള പാമ്പുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. വൈപ്പർ, കോബ്ര, ക്രേറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി എന്ന് പറയാം, കോബ്ര നമ്മുടെ മൂർഖൻ, ക്രേറ്റ് വെള്ളിക്കെട്ടൻ. ഇതിനൊക്കെ വേറെ പല പേരുകൾ ഉണ്ടാവും കേട്ടോ. ഏറ്റവും കോമൺ ആയിട്ടുള്ള പേരാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ ക്രേറ്റ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പാണ്. അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അവിടെ നംബ്നെസ് ആണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഉറക്കത്തിലൊക്കെ ഈ പാമ്പ് രാത്രി ഇറങ്ങി നടക്കുന്ന പാമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാണ് അധികവും ഈ വെള്ളിക്കെട്ടൻ അഥവാ ക്രേറ്റിന്റെ കടി നമുക്ക് കിട്ടുക. അപ്പൊ കടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നെ ഇതിന്റെ കടി നമ്മൾ പലപ്പോഴും അറിയില്ല. അത്രത്തോളം ചെറിയ പല്ലും, കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ന്യൂറോടോക്സിക് ആണിത്, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിലൊക്കെ കടിച്ചാൽ അറിയില്ല. ഈ കുഞ്ഞുങ്ങളെ ഈ പാമ്പാണ് കടിച്ചത്, അതുകൊണ്ട് തന്നെ അവർ ഉറക്കത്തിലായിരുന്നത് കൊണ്ട് തന്നെ അറിഞ്ഞില്ല, കണ്ടതുമില്ല ഈ പാമ്പിനെ. അപ്പോൾ വൈപ്പർ ആണെങ്കിൽ, അണലിയും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെയിൻഫുൾ ബൈറ്റ് ആയിരിക്കും, അവിടെ നീര് വരും, നമുക്ക് ആ ഭാഗം വ്യത്യസ്തം ആവും, പിന്നെ അതുപോലെ ബ്ലീഡിങ് വരും. അത് വാസ്കുലോടോക്സിക് ആണ്, അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിനെ അഫക്ട് ചെയ്യുന്ന പാമ്പുകളാണ് വൈപ്പറും അണലിയും ഒക്കെ. പക്ഷേ ക്രേറ്റ് വളരെയധികം ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇത് നമ്മുടെ ന്യൂറോ മസ്കുലർ സിസ്റ്റത്തെയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഡീ വ്യവസ്ഥ തളർന്നു പോകും, നമ്മുടെ മസിലുകൾ തളർന്നു പോകും, നമുക്ക് ശ്വസിക്കാൻ പറ്റാതെയാവും, നമുക്ക് റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകും. കാര്യം നമുക്ക് ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം മസിലുകൾ, ഡയഫ്രം, റെസ്പിറേറ്ററി മസിൽസ്, ധാരാളം മസിലുകൾ വർക്ക് ചെയ്യണം. ഇത് നാഡീ വ്യവസ്ഥയെ ബാധിച്ച് നമ്മുടെ മസിലുകളെ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആക്കും. അതുപോലെ തന്നെ നെർവുകളെ, നമ്മുടെ നാഡികളെ പാരലൈസ്ഡ് ആക്കും. അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി ഫെയിലിയർ വന്നിട്ടാണ് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നത്. പിന്നെ എന്താണ് ഫസ്റ്റ് എയ്ഡ്? ഇപ്പൊ ഇന്ന് ഞാൻ റോഷിനിയുടെ ഒരു ടോക്ക് കേൾക്കായിരുന്നു. നിങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്യേണ്ട. ഒരു ആളെ പാമ്പ് കടിച്ചു എന്ന് സംശയം ഉണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുക, അദ്ദേഹത്തിനെ സമാധാനാക്കി വെക്കുക, പാനിക് ആവരുത്, വെപ്രാളപ്പെടരുത്. എത്രയും വേഗം അടുത്തുള്ള ആന്റി സ്നേക്ക് വെനം ട്രീറ്റ്മെന്റ് ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. അല്ലാതെ കെട്ടാനും പൂട്ടാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്യേണ്ട. പറ്റുമെങ്കിൽ ആ ഭാഗം ഒന്ന് വൃത്തിയായിട്ട് കഴുകാൻ മാത്രം നോക്കുക. അവരെ അധികം നടത്തരുത്, റിലാക്സ് ചെയ്യിപ്പിക്കുക, ഇമ്മൊബിലൈസ് ചെയ്യിപ്പിച്ചിട്ട് നടത്താതെ അവിടെ ഇരുത്തുക. എത്രയും വേഗം മനസമാധാനമായിട്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക്, ആന്റി സ്നേക്ക് വെനം ട്രീറ്റ്മെന്റ് ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതിനും നിങ്ങൾക്ക് സർപ്പ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തുള്ള ആശുപത്രിയുടെ ലിസ്റ്റ് ഒക്കെ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഫസ്റ്റ് എയ്ഡിന് വേണ്ടി നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യരുത്. എത്രയും വേഗം ഒരു ആശുപത്രിയിലേക്ക്, വേറെ പറയാനുള്ളത്, വേറെ ദയവ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്, എന്താ പറയുക, അവിടെ കല്ല് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇവിടെ ഒറ്റമൂലി ചികിത്സ ഉണ്ട്, വിഷഹാരി ഉണ്ട്. ദയവ് ചെയ്തിട്ട് അങ്ങോട്ടൊന്നും കൊണ്ടുപോകല്ലേ പ്ലീസ്. ഇതിന്റെ ഇത്തരത്തിൽ ഇപ്പോൾ വൈപ്പർ ആവട്ടെ, ക്രേറ്റ് ആവട്ടെ, ഇതിനൊക്കെ ആന്റി സ്നേക്ക് വെനമാണ് ഒരേ ഒരു ട്രീറ്റ്മെന്റ്, എങ്കിലേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റൂ. സോ വേറെയുള്ള പല ഈ പറയുന്ന അശാസ്ത്രീയമായ ചികിത്സകളിലേക്ക് നിങ്ങൾ പോകരുത്. എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇത്രയുമാണ് സ്നേക്ക് ബൈറ്റുകളെ പറ്റി പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിന് ഫസ്റ്റ് എയ്ഡിനെക്കാട്ടൊക്കെ ഉപരി നിങ്ങൾ ഈ ഒരു ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും സർപ്പ ആപ്പിനെ പറ്റിയും എനിക്ക് മെയിൻ ആയിട്ട് പറയുന്നത്, ഇന്ന് തന്നെ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സർപ്പ ആപ്പ്, SARPA, നിങ്ങൾക്ക് ഗൂഗിൾ സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കേരള ഫോറസ്റ്റിന്റെ ഗവൺമെന്റ് ആപ്പാണ്. എന്ത് സഹായം വേണമെങ്കിലും നിങ്ങളുടെ വിരൽ തുമ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോക്ക് നിങ്ങൾ മാക്സിമം പേരിലേക്ക്, ഇനിയെങ്കിലും നമുക്കിടയിൽ ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ബൈ.